ശാന്തി. എപ്പോഴും പറയും വാശി ഒരു മനുഷ്യന് നാശം എന്നാ പറയുക. വാശി മോശമാണ്, വാശിക്ക് നാശമാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, വാശി നല്ലതാണ്. എന്ത് വാശിയെക്കുറിച്ചാണെന്നറിയോ? മിഠായി കിട്ടാത്തതിൻ്റെ പേരിൽ പിണങ്ങി വാശി പിടിക്കുന്ന കുട്ടികളുടെ വാശിയല്ല. എനിക്കിഷ്ടപ്പെട്ട കാര്യം നടത്തി തന്നില്ല എന്ന് പറഞ്ഞ പേരിൽ വാശി പിടിച്ച് പിണങ്ങുന്നതായിരിക്കുന്ന വാശിയെക്കുറിച്ചല്ല ഞാൻ വാശി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യന് അവിടെയും വാശി ആവശ്യമാണ്. എന്തു തന്നെയാണെങ്കിലും ഞാനിത് ചെയ്തേ അടങ്ങൂ എന്നതായിരിക്കുന്ന ഒരവസ്ഥയുടെ പേര് നമ്മൾ വാശി എന്ന് പറയുക. പക്ഷേ ആ വാശി കാണിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നല്ല ലക്ഷ്യങ്ങൾ നേടേണ്ട കാര്യം വരുമ്പോൾ അതിനുവേണ്ടി ഓരോ ശ്വാസവും സമയവും സങ്കല്പവും സമർപ്പിച്ചുകൊണ്ട് തൻ്റെ പൂർണ്ണ സമർപ്പണത്തോടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മനുഷ്യൻ പോകുന്ന സമയത്ത് മറ്റൊന്നും കാണും കേൾക്കില്ല, വിശപ്പറിയില്ല, ദാഹം അറിയില്ല, ക്ഷീണം അറിയില്ല, ശരീരത്തിന് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നെങ്കിൽ അതുപോലും മനസ്സിലാക്കാതെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന അത്രയും ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ എല്ലാം മറന്നുകൊണ്ട് എനിക്ക് ഈ ലക്ഷ്യം നേടിയേ തീരൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നവരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് അതിനുള്ളതായിരിക്കുന്നൊരു വാശി, അങ്ങനൊരു വാശി വേണമെങ്കിൽ എന്നെക്കൊണ്ടത് ചെയ്യാൻ തീരും എന്ന് സ്വയം അവനവനിൽ പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം വേണം. വിശ്വാസം നമുക്കുണ്ടാവണോ എങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റണം. അതുകൊണ്ട് പഠിക്കാനുള്ളതായിരിക്കുന്ന വാശി, നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി എന്തൊക്കെ ഹഡിൽസ് വന്നാലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഓരോ ദിവസവും കുറച്ചെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന വാശി, ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന മറ്റെല്ലാം മറന്നുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന വാശി, ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതാണ്. അതുകൊണ്ട് അതിന് ആവേശം എന്ന് പറയാം. അത് ആവേശമാണെങ്കിലും നല്ലതാണ്, വാശിയാണെങ്കിലും നല്ലതാണ്. എന്ത് തന്നെ നിങ്ങൾ പേരിട്ട് വിളിച്ചാലും അങ്ങനെ ഒരു ദൃഢനിശ്ചയം അതാണൊരു മനുഷ്യനെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് എതിർപ്പുള്ള കാര്യങ്ങൾ വന്നോട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ചവിട്ടുപടികളാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ, നിങ്ങളതിനുള്ള യോഗ്യനാണോ എന്ന് യോഗ്യത പരീക്ഷിക്കാൻ വേണ്ടി ഈ പ്രകൃതി വെല്ലുവിളിക്കുന്ന വെറും വെല്ലുവിളികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യോഗ്യത തെളിയിച്ച് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഈ പ്രപഞ്ചം ഈശ്വരൻ നമുക്ക് തരുന്ന പരീക്ഷയാണെന്ന് വിചാരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. വാശി വിടാതെ ലക്ഷ്യം നേടണം. അങ്ങനെ ലക്ഷ്യം നേടുന്നവരാണ് ചരിത്രം കുറിക്കുന്നവർ. അത്തരത്തിൽ ചരിത്രം കുറിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.